വ്യത്യസ്തമായ ഭാഷകളിൽ കവിത എഴുതിയത് കൂടാതെ സംസ്കൃത ഭാഷയിലെ വളരെയധികം പ്രശ്നങ്ങളുള്ള 2 വൃത്തത്തിൽ മലയാളത്തിൽ കവിത ഗുരുദേവന് മാത്രമേ ഉള്ളൂ. ആശാനുമില്ല, ഉള്ളൂരുമില്ല, വള്ളത്തോളുമില്ല, എഴുത്തച്ഛനുമില്ല, നമ്പ്യാരില്ല, സഞ്ജയനില്ല, ആരും എഴുതാതെ 2 വൃത്തങ്ങൾ ഗുരുദേവന് മലയാളത്തിലേക്ക് കവിത എഴുതി. അതിലൊന്ന് അനുഷ്ഠിപ്പ് എന്ന വൃത്തമാണ്. അനുഷ്ഠിപ്പ് വൃത്തം കൊനഷ്ട് വൃത്തമാണ്. ആ അനുഷ്ഠിപ്പിലാണ് കാട്ടാളനായ വാത്മീകി രാമായണം എഴുതിയത്. കാട്ടാളനായ വാൽമീകി രാമായണം എഴുതി അനുഷ്ഠിപ്പ് വൃത്തത്തിലാ മാനിഷാദ പ്രതിഷ്ഠാന്തമഗമ ശശ്വതീ സമാ യത് കൗഞ്ചമിഥിനാദേകമവധിം കാമമോഹിതം പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസ ആസി തസ്യാനുജോ കുംഭകർണ വിഭീഷണോ തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേധസാം വരാനിമാൻ വവ്രേ രാവണോ മാനുഷാധന്യേരവധ്യത്വം തദാത്മന കുംഭകർണോ നിർദേവത്വമിച്ഛയാ നിദ്രേവത്വം വപുരേ വിഭീഷണോ വിഷ്ണുഭക്തി വപുരേ എന്ന് പറയും. തൃശ്ശൂർ പൂരത്തിന് മാലപ്പടക്കം തീ കൊടുത്തതുപോലെ രാമായണം എഴുതിപ്പോയത് അനുഷ്ഠിപ്പ് വൃത്തത്തിലാണ്. ആ വൃത്തത്തിലാണ് മലയാളത്തിൽ അനുഷ്ഠിപ്പ് വൃത്തത്തിൽ ഒറ്റ കവിതയുള്ളൂ. അതാണ് ദൈവമേ കാത്തുകൾ ഗംഗ കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാപ്തിക്കോരാവി വൻതോണി നിൻപദം. അനുഷ്ഠിപ്പാണ് വൃത്തം. പിന്നെ സംസ്കൃതത്തിലെ വൃത്തത്തിൽ മലയാളത്തിൽ കവിത എഴുതിയത് ഗുരുദേവൻ മാത്രമാണ്. തോടകവൃത്തം പ്രസിദ്ധമാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഞാനൊരു ഷോർട്ട് കട്ട് തരാം. ക്ഷേത്രങ്ങളിൽ രാവിലെ കേൾക്കുന്ന സുപ്രഭാതം, എം എസ് സുബ്ബലക്ഷ്മി അമ്മയുടെ സുപ്രഭാതം. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഗ്നികം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാഗന്ധ ത്രൈലോക്യം മംഗളം ഗുരു. അത് കഴിഞ്ഞ് 4-ാം കാലത്തിൽ പാടുന്നൊരു സുപ്രഭാതമുണ്ട്. കമ്മലാകുജൂജുക കുങ്കുമതോ നിയതാരുണിതാതുല നീലതനോ കമലായതലോചന ലോകപദേ വിജയീ ഭവ വെങ്കട ശൈലപദേ സുമുഖം സുഹൃദം സുലഭം സുഗതം സ്വനുചം ച സുഖായ മമോഹശരം അപഹായ രഘൂദ്വഹമന്വഹം നഗതഞ്ജന ഗഞ്ജന ജാതുഭജ. അതാണ് തോടകവൃത്തം. ഈ തോടകവൃത്തത്തിൽ ഈ പാട്ടിൻ്റെ താളത്തിൽ ഗുരുദേവന്റെ കൃതികളുണ്ട്. വേറൊരു കവിയും എഴുതിയിട്ടുമില്ല. ഏതാന്ന് പറയാം, ഒന്ന് പാടി നോക്കേ. കമ്മലാകുജ ചുഞ്ചു കുങ്കുമ ചൂജു. ഈ താളത്തിൽ ഗുരുദേവന്റെ ഒരു കൃതിയുണ്ട്. ചിന്തിച്ചു നോക്കേ. തലയൊന്ന് ചൂടാകട്ടെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ താളത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് പറയാമോ നിങ്ങൾക്ക്? മലയാളത്തിൽ തോടകവൃത്തത്തിൽ കവിത എഴുതി ഗുരുദേവനേ ഉള്ളൂ. ഇട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പറഞ്ഞുതരാം. ശിവശങ്കര സർവശരണ്യ വിഭോ പവസങ്കടനാശന പാഹി ശിവ കമലാകുജ ചൂജുക കുങ്കുമതോ ശിവശങ്കര സർവശരണ്യ വിഭോ. കണ്ടോ? ഇനിയുണ്ട്. ഒരു കോടി ദിവാകരൊത്തുണരും പട്ടിപാരോടു നീര നലാദികളും കെട്ടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്നു വിളങ്ങിടണം കമലാകുജ ചൂജുക കുങ്കുമതോ. ഇനിയുമുണ്ട്. ഗതി നീ അടിയന്നു ഗജ തയുരി ചതുകൊണ്ടുട ചാർത്തിയ ചിന്മയമേ. തോടകവൃത്തത്തിൽ മലയാളത്തിൽ കവിത ചെയ്തത് ഗുരുദേവൻ മാത്രമേ ഉള്ളൂ. വേറൊരു കവിക്ക് അതിന് ധൈര്യം വന്നിട്ടില്ല. അതിലെല്ലാം സംസ്കൃത ഭാഷയുടെ അസാധ്യമായ നിബന്ധനകളും നികുഞ്ചങ്ങളും നികുംഭിലകളും കൊണ്ട് നിറച്ചിരിക്കുക ഗുരുദേവൻ. അതിലൊരു വരിയാണ് സോദരത്വേന വാഴുന്ന എന്ന് എഴുതിയത്. ആ ചോദ്യം കേട്ടാൽ എല്ലാവരും പറയുന്ന ഉത്തരം സഹോദരങ്ങളെ പോലെ എന്നാണ്. പോലെ എന്നല്ല ഗുരുദേവൻ എഴുതിയത്. അവിടെയാണ് വ്യത്യാസം. വരികൾക്കിടയിൽ വായിക്കണം. സഹോദരനെ പോലെ എന്നല്ല. തുഹു ഏന, സംസ്കൃത ഭാഷയുടെ നിയമം, സന്ധി നിയമം അനുസരിച്ച് തുഹു ഏന ത്വേന. ഒന്നുകൂടി വിശദമാക്കാൻ, തുഹു എന്ന് പറഞ്ഞാൽ അപ്രകാരമായത്. ഭഗവത്ഗീതയിലേക്ക് പോകാം. അതിൻ്റെ നല്ലൊരു ഉദാഹരണം അതിലുണ്ട്. സന്യാസം എന്താണെന്ന് പാർത്ഥനോട് ഭഗവാൻ പഠിപ്പിക്കുന്ന ശ്ലോകം ശ്രദ്ധിച്ചാൽ മതി. സന്യാസസ്തുഹു.
മഹാബാഹോ ദുഃഖമാപ്തും അയോഗത യോഗമുക്തോ മുനിർബ്രഹ്മ നചിരേണ അധിഗച്ഛതി സന്യാസസ്തുഹു. സന്യാസം ആകുന്നത് മഹാബാഹോ, ഹേ മഹാബാഹുവായ അർജുനന, സന്യാസമാകുന്നത് യോഗമുക്തി നേടുന്നവർക്കേ ഉണ്ടാകുള്ളൂ. സന്യാസസ്തുഹു, സന്യാസം ആകുന്നത് സോദരാത്തുഹു, സഹോദരനായിട്ട്, ഏന അപ്രകാരം. അതിൻ്റെ സംസ്കൃത ഭാഷയും സന്ധിയും സൗന്ദര്യവും ഒന്നും പറയാതൊരു ഗ്രാമപ്രദേശമാണ്. അറിയുന്നവർ ധാരാളമുണ്ട്, അറിയാത്തവരുമുണ്ട്. അതുകൊണ്ട് പച്ച മലയാളത്തിൽ ലളിതമായി പറഞ്ഞു തരാം. തുഹു ഏന ത്വേന സോദരാ തുഹു ഏന, നിങ്ങൾ സഹോദരങ്ങളായി തന്നെ വാഴണം. പോലെയല്ല, പോലെയല്ല, പിന്നെയോ ആയി തന്നെ. മമ്മൂട്ടിക്ക് ഒരു സീനിയർ സർജനെ പോലെ അഭിനയിക്കാം. സർജൻ ആവാൻ പറ്റുമോ? പറ്റുമോ? ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ആളെ കൊണ്ട് പറ്റുമോ? ഇല്ല. മോഹൻലാലിനെ IPS പോലെ അഭിനയിക്കാം. IPS ആകാൻ പറ്റുമോ? ഇല്ല. പോലെ ആകാൻ പറ്റും. ദിലീപിനെ കൂനനെ പോലെ, കൂനനെ പോലെ അഭിനയിക്കാം. അവൻ യഥാർത്ഥത്തിൽ കൂനുണ്ടോ? ഇല്ല. സ്വഭാവത്തിൽ ഈയിടെ കുറെ കൂന് വന്നെന്നുള്ളതേ ഉള്ളൂ, അല്ലേ? പോലെയാകാൻ ആർക്കും എളുപ്പമാണ്. സഹോദരനെ പോലെയാകാൻ അല്ല മഹാഗുരു പഠിപ്പിച്ചത്. സഹോദരനായി തന്നെ നിങ്ങൾ ജീവിച്ചാ പോരാ, പിന്നെയോ വാഴണം. സോദരത്വേന വാഴണം. വാഴ്ച എന്ന് പറഞ്ഞാൽ ആചാരമാണ്. രാജവാഴ്ച എന്ന് പറഞ്ഞാൽ അത് ആചാരമാണ്. തകർക്കാൻ പറ്റാത്ത ആചാരമായി സഹോദരങ്ങളായി ചേരുന്ന, എല്ലാ ജാതിയും മതഭേദമില്ലാതെ സഹോദരങ്ങളായി ഇവിടെ വരുന്ന ഈ സ്ഥലം, അതെന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അരുവിപ്പുറത്ത് ക്ഷേത്രമല്ലേ? ശിവലിംഗം പ്രതിഷ്ഠിച്ച ക്ഷേത്രമല്ലേ? അവിടെ എഴുതി വെക്കേണ്ടിയിരുന്നത് മാതൃകാ ക്ഷേത്രമാണിത് എന്നല്ലേ എഴുതേണ്ടത്? അതാണ് ഗുരു. അവിടെ ഭസ്മാഭിഷേകം നടക്കുന്നു, രുദ്രപൂജ നടക്കുന്നു, ശിവക്ഷേത്രത്തിന്റെ എല്ലാ ആചാരങ്ങളും നടക്കുന്ന അത് മാതൃകാ ക്ഷേത്രമാണിത് എന്ന് ഗുരുദേവൻ എഴുതിയാൽ ആരും ചോദ്യം ചെയ്യാൻ പോവില്ല. പിന്നെന്തിനാ സ്ഥാനം എന്ന് എഴുതിയത്? ആണ്ടോ, ക്ഷേത്രമല്ല, ഇത് മാതൃകാ ക്ഷേത്രമാണെന്ന് ഗുരുദേവൻ എഴുതിയാൽ ഓർത്തഡോക്സായി വിശ്വസിക്കുന്ന ക്രിസ്തീയ സമുദായാംഗങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ക്ഷേത്രമായതുകൊണ്ട് പോകാൻ ചിലപ്പോൾ മനസ്സിലൊരു മടി വരും. സ്ഥാനമാകുമ്പോൾ ആർക്കും പോവാം. മനസ്സിലായോ? സൂര്യൻ്റെ കീഴിൽ മനുഷ്യൻ ഒന്നിച്ച് സഹോദരങ്ങളായി ചെല്ലാനുള്ള ഒരു സ്ഥാനം സ്ഥാപിച്ച മഹാഗുരുവിനേക്കാൾ അപ്പുറം ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? പറ്റുമോ? ഇന്ന് വരെ ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടോ? അനീഷ ഓഡിയൻസിനെ ഇങ്ങനെ തിരിച്ചു കാണിക്കും. ഇയാൾ ഓഡിയൻസിനെ കാണിക്കരുത്, നാണക്കേടായത്. ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരുന്നാൽ എത്ര എന്തൂസിയാസ്റ്റിക്കാ ഇരിക്കുന്നത്. ബോംബെ ആയാലും കൽക്കട്ട ആയാലും കേരളമായാലും എവിടെയായാലും ചോദ്യത്തിന് പടപടാന്ന് ഉത്തരം പറയണ്ടേ? ആല്ല സ്മാർട്ടായിട്ടിരിക്കണം. കണ്ടോ? ഇപ്രകാരമുള്ള സർവജാതി മതസ്ഥരും സഹോദരങ്ങളായി കഴിയുന്ന ഒരു സ്ഥാനം സ്ഥാപിച്ച മറ്റൊരു വ്യക്തിത്വം ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതാണ് ഗുരു. ഇതിനപ്പുറം ഇനി ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മാതൃകാ സ്ഥാനമാണിത്. ഇനി അഥവാ മാതൃകാ ക്ഷേത്രമാണിത് എന്ന് ഗുരുദേവൻ എഴുതി വെച്ചെന്ന് വെച്ചോ, ഏതെങ്കിലും ഒരു കാലത്ത് തീവ്രമായ മതമൗലികവാദികമുള്ള ഒരു സംഘം അരീപ്പുറം ക്ഷേത്രം ഭരിക്കാൻ വന്നു. അവരവിടെ ബോർഡ് വെക്കുന്നു, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചതൊരു ആചാരമാണ്. അതിൻ്റെ പിന്നിൽ ചില കഥകളും കാര്യങ്ങളുമുണ്ട്. നമ്മൾ എന്തിനാണ് ഒരു ആചാരം ചോദ്യം ചെയ്യാൻ പോകുന്നത്? ദാസേട്ടനെ അവിടെ കയറ്റിയിട്ട് അടക്കുമെന്നും പറഞ്ഞ് ചിലർ കിടന്ന് ഒരു മന്ത്രി പണ്ട് പറഞ്ഞു, ദാസേട്ടനെ ഞാൻ ഗുരുവായൂർ കയറ്റും. ദാസേട്ടനെ ശരിക്കറിയാവുന്ന ഞാൻ അപ്പം തന്നെ മന്ത്രിയെ വിളിച്ചു പറയും, ചുമ്മാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. നമ്മുടെ SNDP നമ്മുടെ ശിവഗിരിയിലെ ഒരു സന്യാസി ഈയിടെ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം പറഞ്ഞു, ദാസേട്ടനെ ഗുരുവായൂർ കയറ്റും. എനിക്കറിയാം ദാസേട്ടൻ കയറില്ല അത്. കാരണം ദാസേട്ടൻ്റെ മനസ്സ് എനിക്കറിയാവുന്ന പോലെ പ്രഭചേച്ചിക്ക് പോലും അറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ സഹോദര ബന്ധത്തിന് അപ്പുറത്തെ ബന്ധമാണ് ദാസേട്ടനുമായിട്ട്. ദാസേട്ടൻ എന്ന് പറയാൻ മനസ്സിലായില്ലേ? യേശുദാസ് എൻ്റെ മകളുടെ കല്യാണത്തിന് കുന്നിക്കോട് വന്നിരുന്നു. നമ്മുടെ ഇളമ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അവിടെ വന്നിട്ട് മണിക്കൂറുകളോളം അവിടെ ഇരുന്നിട്ടാ പോയി.
കേരളത്തിലുണ്ട് ഞങ്ങൾ തമ്മി കാണാതെ പോകത്തേയില്ല. കേരളത്തിൽ വന്നെങ്കിൽ കുന്നിക്കോട് ദാസേടൻ വരാതെ പോകത്തുമില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കാണും. ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് അമേരിക്കയിലാണ്. ആ മനസ്സ് എനിക്ക് നല്ലതുപോലെ. ദാസേടൻ ഒരിക്കലും ഗുരുവായൂർ അമ്പലത്തിൽ കടക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേനെ. ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? കൃഷ്ണനോട് ഭക്തിയില്ലാഞ്ഞിട്ടല്ല. ദാസേടൻ രാവിലെ സാധകം തുടങ്ങുന്ന തന്നെ ഒരു സ്വർണത്തിനൊരു കൃഷ്ണ വിഗ്രഹം ഉണ്ട്. അത് മുമ്പിൽ വെച്ചിട്ട് ആ സരളി പരിശീലനം മുതൽ സാധകം തുടങ്ങുന്നത് കൃഷ്ണ വിഗ്രഹം വെച്ചോണ്ടാണ്. മാത്രമല്ല ദാസേട്ടൻ കൃഷ്ണൻ്റെ ഭയങ്കര ഡിവോട്ടിയാണ്. അലൈവായുധേ കണ്ണ പറഞ്ഞപ്പോൾ 6 പ്രാവശ്യം റീടേക്ക് എടുത്ത പാട്ടാണ് അത്. ഏത് പാട്ടും ദാസേട്ടൻ റീടേക്കിൻ്റെ ആവശ്യമില്ല. ഓർക്കസ്ട്രയ്ക്ക് തെറ്റിയിട്ടേ റീടേക്ക് എടുക്കുള്ളൂ. പക്ഷേ അലൈവായുധേ എന്ന് പറഞ്ഞിട്ട് ഉടനെ നിർത്താൻ കൈ കാണിച്ചു. കറാരൻ സാറാണ് സൗണ്ട് എഞ്ചിനീയർ. അദ്ദേഹം ആ സൗണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, റെക്കോർഡ് ചെയ്തു. കൈ ഇങ്ങനെ കാണിച്ച അതിനകത്ത് നിന്ന്. അപ്പം പാട്ട് നിർത്തി. പിന്നെയും ദാസേട്ടൻ തുടങ്ങി അലൈവായുധേ, പിന്നെയും നിർത്തി. എനിക്ക് വിഷമമായി. കാരണം അമേരിക്കയിൽ നിന്ന് വന്നതിന് പിറ്റേന്നാണ് ഈ അലൈവായുധേ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വിചാരിച്ചു ദാസേട്ടന് വല്ല അസുഖമാണോ, പാടാൻ ബുദ്ധിമുട്ടുണ്ടോ, അകത്ത് കയറി ചോദിക്കാൻ ഒക്കത്തില്ല, കണ്ണാടി കൂടിന് അകത്ത് നിൽക്കല്ലേ, പുറത്തിരുന്ന് കാണാനേ പറ്റൂ. 4-5 പ്രാവശ്യം തടഞ്ഞ് 6ാമത്തെ പ്രാവശ്യമാണ് ഓക്കെ അലൈവായുധേ കണ്ണാ, 6ാമത്തെ പ്രാവശ്യം ടേക്ക് ഓക്കെ ആയത്. ഇറങ്ങി വന്നപ്പോൾ ഞാൻ ദാസേട്ടാ എന്താ ആവർത്തിച്ചത് പാടേണ്ട കാര്യം എന്തായിരുന്നു? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാ അലൈവായുധേ എന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ എൻ്റെ മനസ്സിൽ കൂടെ പോയി, പിന്നെ പാടാൻ പറ്റിയില്ല. അത്ര കണ്ണനോട് ആത്മാർത്ഥമായി ഡിവോട്ടഡ് ആണ് ദാസേട്ടൻ. പക്ഷേ ദാസേട്ടൻ ഒരിക്കലും ഗുരുവായൂരമ്പലത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം ഏതെങ്കിലും മനുഷ്യർക്ക് അത് കാരണം പ്രയാസമുണ്ടാകുന്നെങ്കിൽ നമ്മളെന്തിനാ ഒരു ആചാരം ലംഘിക്കാൻ പോകുന്നത്? നമ്മളെല്ലാം ടി വിയിലും പത്രത്തിലും കണ്ടതാ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദാസേട്ടനെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചു. രാജാവ് സമ്മതിച്ചു, തന്ത്രി സമ്മതിച്ചു, എല്ലാവരും സമ്മതിച്ചു. ദാസേട്ടൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വന്നു. ടി വിയും ചാനലും എല്ലാം ആഘോഷമാക്കി. തലേന്നേ തരങ്കിണി വന്നു. അതിൻ്റെ തലേന്നേ ഞാനവിടെ പോയി താമസിക്കുന്നുണ്ട്. ഗണപതി കോവിലിൽ വൈകുന്നേരം പോയി തേങ്ങ എല്ലാം അടിച്ചു. നാളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ് ദാസേട്ടൻ. അപ്പോഴാണ് ഒരു 15 പേരൊരു പ്രകടനം നടത്തി. 15 പേരല്ലാതെ 16 ആളില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു 15 പേര് പ്രകടനം നടത്തി. യേശുദാസിനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ പറ്റത്തില്ല. ഈ വാർത്ത കണ്ടപ്പോഴേ ദാസേട്ടൻ പറഞ്ഞു, ഇതാ നമ്മൾ നാളെ പോകുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ കാര്യം? 15 പേര് എതിരുണ്ട്, ഒരാൾ എതിരുണ്ടേ പോകാത്ത ആളാണ് യേശുദാസ്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പോകാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അപ്പം ചിലർ എന്ന് ചോദിക്കും, ദാസേട്ടനോട് ചോദിക്കും, അല്ല ദാസേട്ടൻ പാടിയിട്ടില്ലേ ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപകുമാരനെ കാണും, പാടിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ദാസേട്ടൻ മറുപടി പറയും, വയലാർ എഴുതി, ദേവരാജൻ ട്യൂൺ ചെയ്തു, എനിക്ക് ചക്രം കിട്ടി, ഞാൻ പാടി. ചേന്നാസ് നമ്പൂതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രി, പ്രധാന തന്ത്രി, പന്തളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് 2010 എൻ്റെ പ്രസംഗം ഉദ്ഘാടനം, ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ചേന്നാസ് നമ്പൂതിരിപ്പാടാണ് തന്ത്രി, ഗുരുവായൂർ തന്ത്രി. സ്റ്റേജിൽ അടുത്ത് കസേരയിൽ ഇരുന്നപ്പോൾ ചേന്നാസ് നമ്പൂതിരിപ്പാടോട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ദാസേട്ടനെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിപ്പിക്കാത്തത്? ചേന്നാസ് നമ്പൂതിരിപ്പാട് എന്നോട് പറഞ്ഞത്, യേശുദാസ് എപ്പോൾ വന്നാലും ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പൂർണ്ണകുംഭത്തോടെ സ്വീകരിക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവിടുത്തെ ആചാരമാണ് എഴുതി വെക്കണം. അവിടെ വെള്ള പേപ്പർ, ചുമ്മാ മുദ്രപത്രം ഒരു വെള്ള പേപ്പറിൽ എഴുതി വെക്കണം, ഹിന്ദു ആചാരങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു. എഴുതി വെച്ചാൽ ആർക്കും കയറാം, അല്ലാതെ ഈ പറയുന്ന കുമ്മാളം ഉണ്ടാക്കുന്ന ഒരു കാര്യവുമില്ല. ഇനി ഏതെങ്കിലും ഒരു കാലഘട്ടത്തില് അരുവിപ്പുറം ക്ഷേത്രത്തിൽ ആരെങ്കിലും ഒരു ബോർഡ് വെക്കുന്നു, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ചാൽ, പ്രിയപ്പെട്ട ദാസേട്ടൻ ഞാൻ കൂടി സുപ്രീം കോടതി കേസ് കൊടുക്കും. ഗുരുദേവൻ സ്ഥാപിച്ചത് ക്ഷേത്രമല്ല, സ്ഥാനമാണ്. കോടതി ആർക്ക് അനുകൂലമായിട്ട് വിധിക്കും? ഞങ്ങൾക്ക് അനുകൂലം വരും. കാരണം ഗുരുദേവൻ സ്ഥാപിച്ച സ്ഥാനമാ, ക്ഷേത്രമല്ല. കൽപ്പാന്തകാലത്തോളം ആർക്കും ഒരു കൃത്യമവും നടക്കാത്ത രീതിയിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. സ്ഥാനം പ്രധാനോ അല്ലേ? വീടുണ്ടാക്കണമെങ്കിൽ സ്ഥാനം നോക്കിയിട്ടാണ് വീട് വയ്ക്കുന്നത്. കിണർ കുത്തണമെങ്കിൽ സ്ഥാനം നോക്കിയാണ് കിണർ കുത്തുന്നത്. മാത്രമല്ല സ്ഥാനത്തിന് വേണ്ടിയാണല്ലോ ഈ അടിയെല്ലാം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ, മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് ഇന്നലെ വരെയും അടിയായിരുന്നു.
സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കാലായി. സ്ഥാനത്തിന് വേണ്ടി ആ മനുഷ്യന്റെ ഈ കടിപിടും. ഗുരുദേവൻ പറഞ്ഞത് മനുഷ്യനായി എല്ലാവർക്കും വരാനൊരു സ്ഥാനമാണിത്. കണ്ടോ? സോദരത്വേന വാഴുന്ന സഹോദരങ്ങളായി ജീവിക്കുന്ന സ്ഥാനം. ആ സ്ഥാനം സ്ഥാപിച്ചെന്ന മഹാഗുരുവിനേക്കാൾ ഒരു സാംസ്കാരിക പരിഷ്കാരം കേരളത്തിൽ ചെയ്യാനുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, ആ ദർശനം പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനിക്കാത്ത ഒരു മലയാളിയുമില്ല. ഈ ദർശനം ഇന്ന് ലോകമറിയുന്നു. നമുക്ക് ചില മലയാളികൾക്കും ചില SNDP-ക്കാർക്കും ഇപ്പോഴും ഗുരുദർശനം എന്താണെന്ന് പഠിക്കാൻ പോലും താല്പര്യമില്ല. എത്രയോ ലോകരാജ്യങ്ങൾ ഗുരുവിനെ പഠിക്കുന്നു. ഇത്രത്തോളം പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രതിഭാസം എന്ന് തന്നെ ഞാൻ പറയും, ഒരു പ്രതിഭാസം കേരളത്തിൽ ജനിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദൈവദശകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ട് 100 കൊല്ലം കഴിഞ്ഞു. 1924 മാർച്ച് 3ഉം 4ഉമാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് സർവമത സമ്മേളനം, ലോക സർവമത സമ്മേളനം ലോകത്തിൽ ആദ്യം നടന്നത് അദ്വൈതാശ്രമത്തിലാണ്. ഇപ്പം ചിലർ പറയും ഏഷ്യയിൽ ആദ്യത്തേതും ലോകത്തിൽ രണ്ടാമത്തേന്ന്. തെറ്റ്. ഏഷ്യയിൽ ആദ്യത്തേതല്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്നറിയാമോ? ഇത് പറയുന്നവരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പങ്കെടുത്തതാണ് ലോകത്തിൽ ആദ്യത്തെ സർവമത സമ്മേളനം, ഇത് രണ്ടാമത്തെ. നോ, സ്വാമി വിവേകാനന്ദൻ പങ്കെടുക്കാൻ പോയിട്ട് സർവമത സമ്മേളനത്തിലല്ല. 1893 സെപ്റ്റംബർ 11 സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയത് സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാനല്ല. കാരണം ആ പ്രഭാഷണം ലോകം മുഴുവൻ കത്തിപ്പടർന്നു. ആദ്യത്തെ 5 വാക്കുകൊണ്ടുള്ള അഭിസംബോധന, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, ലോകം മുഴുവൻ കത്തിപ്പടർന്നു. എന്നാൽ ആ പ്രസംഗത്തിൻ്റെ ചടങ്ങ് വിസ്മരിക്കപ്പെട്ടു പോയി. 60 കൊല്ലം കഴിഞ്ഞ് എല്ലാ വർഷവും സെപ്റ്റംബർ 11 ഷിക്കാഗോയിൽ ഈ ഓഡിറ്റോറിയത്തിൽ, പെർമനന്റ് ആർട്ട് ഓഡിറ്റോറിയം എന്ന് പറയുന്ന ആ ഓഡിറ്റോറിയത്തിൽ, കൊളംബസ് ഓഡിറ്റോറിയം അല്ല, അതൊക്കെ തെറ്റാണ്. ആ ഓഡിറ്റോറിയത്തിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 11 ഈ പ്രഭാഷണത്തിൻ്റെ അനുസ്മരണ ചടങ്ങ് നടക്കും. അതിന് എല്ലാ വർഷവും കേരളത്തിൽ നിന്നൊരു അതിഥിയെ, അല്ല ഇന്ത്യയിൽ ഭാരതത്തിൽ നിന്നൊരു അതിഥിയെ കൊണ്ടുപോകും. 2013 ഷിക്കാഗോ പ്രസംഗത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണത്തിന് പോകാൻ ഭാരതത്തിൽ ഞറുക്ക് വീണത് സാധുവായ എനിക്കാണ്. സ്വാമി വിവേകാനന്ദൻ്റെ 150ാം ജന്മവാർഷികത്തിൽ ഷിക്കാഗോയിലേക്ക് പോകാൻ. ആ പ്രഭാഷണം എന്തായിരുന്നു എന്ന് വ്യക്തമായി പഠിച്ചിട്ടേ പോകാൻ പറ്റൂ. കേരളത്തിലെ ഗ്രാമങ്ങളിൽ പ്രസംഗിക്കുന്ന പോലല്ല, ഒരു രാജ്യത്തെ പ്രതികരിച്ച് മറ്റൊരു രാജ്യത്ത് പോവുക. അതുകൊണ്ട് കൽക്കട്ടയിൽ ചെന്ന് ബേലൂർ മഠത്തിൽ താമസിച്ച പ്രഭാഷണത്തിൻ്റെ A മുതൽ Z വരെ നന്നായി പഠിച്ചിട്ടാണ് ഞാൻ പോയത്. ആ പ്രസംഗത്തിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് ബേലൂർ മഠത്തിലുണ്ട്. അത് ഞാൻ പകർത്തിയെടുത്തിട്ടുണ്ട്. ആ ശബ്ദം എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഇപ്പോഴും മൊബൈലിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പോയത് സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാനല്ല. പിന്നെയോ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400ാം വാർഷിക ആഘോഷത്തിലെ ഒരു സെഷനായിരുന്നു റിലീജിയസ് പാർലമെന്റ്. അതിൻ്റെ അർത്ഥം സർവമത സമ്മേളനം ഒന്നല്ല. അതിൽ പങ്കെടുക്കാനാണ് സ്വാമി പോയത്. ലോക ചരിത്രത്തിൽ ആദ്യത്തെ സർവമത സമ്മേളനം നടത്തിയത് ഗുരുദേവനാണ്. അവിടെ കൈകൊണ്ട് എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന, അല്ല, അവിടെ എഴുതി വെച്ചത് ബാധിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആ 100ാം വാർഷികം ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ മുമ്പിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു സന്യാസി, ഒരു ഋഷി നടത്തിയ സർവമത സമ്മേളനം സൂര്യൻ്റെ കീഴിൽ ആദ്യമാണ്. 1924 മാർച്ച് 3ഉം 4ഉം. അതിൻ്റെ 100ാം വാർഷികം 2024 മാർച്ചിലായപ്പോൾ ലോക ചരിത്രത്തിൽ ആദ്യമായി റോമിലെ വത്തിക്കാനിൽ പോപ്പിന്റെ ആഭിമുഖ്യത്തിൽ മറ്റു രാജ്യത്ത് നടന്ന ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ 100ാം വാർഷികം വത്തിക്കാനിൽ പോപ്പിന്റെ ആസ്ഥാനത്തിൽ ആഘോഷിച്ചത് ഗുരുദേവന്റെ ആലുവ അദ്ദേഹത്തിലെ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം മാത്രമാണ്. ചിന്തിച്ചു നോക്കണം. ആരെല്ലാം അവിടുന്ന് പോയി? ശിവഗിരി മഠത്തിൽ സന്യാസിമാർ പോയി, ഇവിടുന്ന് അച്ഛന്മാരെ കൊണ്ടുപോയി, മുസ്ലിം പണ്ഡിതന്മാരെ കൊണ്ടുപോയി,
ഡീൻ കുര്യാക്കോസിനെ പോലുള്ള MLA പോയി. അവരെല്ലാം അതിൽ പങ്കെടുത്തു. റോമിൽ പോപ്പിന്റെ ആസ്ഥാനത്ത് ഈ സർവ്വമത സമ്മേളനത്തിന് 100-ാം വാർഷികം ആഘോഷിക്കണമെങ്കിൽ ഗുരുദർശനം എവിടം വരെ എത്തിയെന്ന് ആലോചിക്കണം. തീർന്നില്ല. അവിടെ കൊണ്ട് ലോകം പഠിക്കാൻ, ലോകം അറിയുകയാണ്. ആസ്ട്രേലിയൻ പാർലമെന്റിൽ ഓസ്ട്രേലിയ രാജ്യത്തെ സംഭവങ്ങളല്ലാതെ മറ്റൊരു രാജ്യത്തെ സംഭവങ്ങളും അവിടെ ചർച്ചയ്ക്കെടുക്കാറില്ല. പക്ഷേ അദ്വൈതാശ്രമത്തിൻ്റെ സർവമത സമ്മേളനത്തിൻ്റെ 100-ാം വാർഷികം ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ചർച്ച ചെയ്തു. ലോകം പഠിക്കുന്നു ഗുരുവിനെ. ആ ദർശനം ലോകം അംഗീകരിക്കുന്നു, ലോകം അറിയുന്നു. തീർന്നില്ല. ദൈവദശകം എഴുതി. ആ ദൈവദശകം 132 ഭാഷകളിൽ ലോകത്ത് തർജ്ജമ ചെയ്ത് കഴിഞ്ഞു. ആകെ ലോകത്ത് 197 രാജ്യമേ ഉള്ളൂ. 197 രാജ്യമേ ഉള്ളൂ. അതിൽ 132 ഭാഷയിൽ ദൈവദശകം തർജ്ജമ ചെയ്യപ്പെട്ടു. വേറെ ഏതെങ്കിലും കൃതിക്ക് ഇത് അവകാശപ്പെടാൻ പറ്റുമോ? അറബിയിലുമുണ്ട്. അറബിയിലും ദൈവദശകം തർജ്ജമ ചെയ്തു. UAE പ്രശസ്തനായ കവി ഷിഹാബ് വനീം എന്ന കവിയാണത് തർജ്ജമ ചെയ്തത്. ആ മനുഷ്യനെ ഞാൻ അബുദാബിയിൽ UAE മുഴുവൻ മലയാളികളുടെ ഓണാഘോഷത്തിന് പോയപ്പോൾ ഈ മനുഷ്യനെ ഞാൻ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ചു. ഞാൻ ചോദിച്ചു, ദൈവദശകം അറബിയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഈ ദൈവദശകം ആരാ പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചു. സ്വാമി നിത്യചൈതന്യ യതിയുടെ പുസ്തകങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അവതരണങ്ങളിൽ നിന്നും ദൈവദശകം ഞാൻ പഠിച്ചു. അങ്ങനെയാണ് അത് ഞാൻ അറബിയിലേക്ക് തർജ്ജമ ചെയ്ത്, അതിമനോഹരമായ അറബിയിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നു 132 ഭാഷകളിൽ. ഗീതാഞ്ജലി, നൊബേൽ സമ്മാനം കിട്ടിയ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി പോലും 61 ഭാഷയിലേ തർജ്ജമ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കണം, തിരിയണം. ആരാണ് ഗുരുവെന്ന് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ക്ലാസ്സുകൾക്ക് വരാൻ തോന്നും, പിന്നെയും പ്രഭാഷണങ്ങൾ കേൾക്കാൻ തോന്നും, പുസ്തകം വായിക്കാൻ തോന്നും. അല്ലാതെ അവിടെ ഇവിടെയും പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഗീതാഞ്ജലി പോലും 61 ഭാഷയിൽ തർജ്ജമ ചെയ്തപ്പോൾ ദൈവദശകം 132 ഭാഷയിൽ ലോകത്ത് തർജ്ജമ ചെയ്ത് കഴിഞ്ഞു. 197 രാജ്യമേ ലോകത്തുള്ളൂ. എവിടെ നിൽക്കുന്നു ഗുരു? ഇങ്ങനെ ലോകം പഠിക്കുന്ന ഏതെങ്കിലും ഒരു ശ്ലോകം വേറെ ഉണ്ടോ? ഏതെങ്കിലും ഭാഷയിലുണ്ടോ? ഇല്ലേ ഇല്ല. ആ ദൈവദശകം ആലപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഗുരുദേവൻ 2 മന്ത്രങ്ങൾ പഠിപ്പിച്ചു. ഒന്ന്, തന്ത്രിമാർക്കും പൂജാരികൾക്കും കർമ്മികൾക്കും ജപിക്കാനുള്ള ഹോമമന്ത്രം. വൈദിക കർമ്മങ്ങളിലെ പല അനാചാരങ്ങൾക്കും എതിരായിരുന്ന ഗുരുദേവൻ ഒരു മന്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം മന്ത്രം പഠിപ്പിച്ചില്ലെങ്കിൽ ഋഷിയാകില്ല, സന്യാസിയാകൂ, അല്ലെ സാമൂഹ്യ പരിഷ്കർത്താവൂ. ഋഷിയാകണമെങ്കിൽ ഋഷയോ മന്ത്രദഗ്ധാരമെന്ന് വേദാന്തം. മന്ത്രം പഠിപ്പിച്ചാലേ ഋഷിയാകൂ. ഗുരുദേവൻ മന്ത്രം പഠിപ്പിച്ചു. തന്ത്രികൾക്കും പൂജാരികൾക്കും സംസ്കൃത ഭാഷാ നിപുണന്മാർക്കും അറിയാൻ ഹോമമന്ത്രം അഗ്നേയ തവ എന്ന് തുടങ്ങി പ്രയച്ച സ്വാഹ എന്ന് അവസാനിക്കുന്ന മന്ത്രം മുഴുവൻ എനിക്കറിയാം. അത് പ്രസംഗിക്കാനുള്ളതല്ലാത്തതുകൊണ്ടാണ് തലയും പാലും പറഞ്ഞത്. മന്ത്രം പ്രസംഗിക്കാനോ ആടാനോ ഉള്ളതല്ല. അത് ജപിക്കണമെങ്കിൽ പ്രത്യേകമായ നിയമങ്ങളുണ്ട്. ചിലർക്ക് മന്ത്രം സ്റ്റേജിൽ നിന്ന് വ്യാഖ്യാനിക്കും. അവന് പണിയും കിട്ടിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ കിട്ടിയ സംഭവങ്ങളുണ്ട്. വണ്ടി ഇടിച്ച് മരിച്ചില്ലേ യജ്ഞം കഴിഞ്ഞ് പോയപ്പോൾ? ആളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. വണ്ടി കാറ് തട്ടിക്കൂടി മറിച്ചു. യജ്ഞവേദിയിലൊന്നും വ്യാഖ്യാനിക്കാനുള്ളതല്ല മന്ത്രം, അത് ജപിക്കാനുള്ളതാണ്. മന്ത്രം ജപിക്കണമെങ്കിൽ ആദ്യം ഗുരുമുഖത്തുനിന്ന് അനുവാദം വേണം. 2, ഋഷി ഛന്തോ ദേവതകളെ നസിപ്പിച്ചിട്ടേ മന്ത്രം ജപിക്കാവൂ. മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ജപിച്ചാൽ കിട്ടും പണി, ഉറപ്പാണ്. ഞാനൊരു കാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രസംഗിച്ച എല്ലാ വെട്ടിക്കബല ക്ഷേത്രം ഉൾപ്പെടെ ഞാൻ പ്രസംഗിച്ചൊരു സംഭവമുണ്ട്. അതിന് ഫലം ചെയ്തിട്ടുമുണ്ട്. ക്ഷേത്രഗോപുരങ്ങളിൽ CD വെച്ച് അടിക്കുമായിരുന്നു സൂര്യഗായത്രി മന്ത്രം. കുറേ സ്ത്രീകളിരുന്ന് ജപിക്കുന്നത്. സ്ത്രീകൾ മന്ത്രം ജപിക്കേണ്ട അതൊന്നും സനാതന ധർമ്മം പഠിപ്പിച്ചില്ല. സ്ത്രീകൾക്ക് മന്ത്രം ജപിക്കാം, ഒരു കുഴപ്പമില്ല, ജപിക്കാം. പക്ഷേ അതെ ഗാനമേള പോലെ ജപിക്കാനല്ല പറഞ്ഞത്. CD ഉണ്ടാക്കി കുറേ സ്ത്രീകളുടെ ശബ്ദത്തിൽ ആ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിലെല്ലാം കേൾക്കാമായിരുന്നു. ഉത്സവ പരിപാടി ഉണ്ടെങ്കിലും ആചാരങ്ങൾ ഉണ്ടെങ്കിലും അങ്ങോട്ട് ഇട്ടടിക്കും.
സൂര്യഗായത്രി മന്ത്രം ഒരു തലയെ ഞാൻ പറയും, മുഴുവൻ പറയും. ഓം സപതീർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ഇത് സ്ത്രീകൾ കൂട്ടമായി പാടുന്ന CD നിങ്ങളെല്ലാം കേട്ടിട്ടില്ലേ? ഓം ഭുവോർ ഭുവസ്യ. ഇപ്പൊ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇടുന്നുണ്ടോ? ഇല്ല. നിതാന്തമായ എൻ്റെ സമരമാണിത്. ദേവസ്വം ബോർഡിൽ പറഞ്ഞു, പ്രയാർ ദേവസ്വം പ്രസിഡന്റായിരിക്കും പറഞ്ഞു, ഒരൊറ്റ ദേവസ്വം ക്ഷേത്രത്തിൽ ഈ സൂര്യഗായത്രി CD ഇടരുന്ന് ഓർഡർ കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ചെയ്തു. അദ്ദേഹം സ്വർണ്ണക്കൊള്ളക്കാരനായിരുന്നില്ല. അയ്യപ്പൻ്റെ പ്രയാർ മോട്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രയാറിനെ കുത്തിയെടുത്ത് ദൂരെ കളഞ്ഞു. പോട്ടെ, അതൊക്കെ പറഞ്ഞാൽ പൊളിറ്റിക്സൊക്കെ ആയി പോകും. ഞാൻ അതിലെത്തും പോകുന്നില്ല. അതുകൊണ്ട് സൂര്യഗായത്രി വെച്ച് അടിക്കും. ഒരു CD ഇട്ട് പാടാനുള്ള സാധനമല്ല മന്ത്രം, അത് തിരിഞ്ഞടിക്കും. അതുകൊണ്ട് ഈ ഹോമമന്ത്രം എനിക്ക് പൂർണ്ണമായും അറിയാം. ഗുരുമുഖത്തു നിന്ന് അനുവാദവും ഉണ്ട്, പക്ഷെ മൈക്കിൻ്റെ ഈ പ്രസംഗിക്കാനുള്ള സാധനമല്ല. അതുകൊണ്ടാണ് ഓം ഭുവോർ ഭുവസ്യാൻ തുടങ്ങി അവസാനം അഗ്നേയ തവ എന്ന് തുടങ്ങി അവസാനം പ്രേയച്ച സ്വാഹ എന്ന് അവസാനിക്കുന്ന ഹോമമന്ത്രം ഗുരുദേവൻ പഠിപ്പിച്ചത് തന്ത്രികൾക്കും സംസ്കൃത പണ്ഡിതർക്കുമാ. എന്നിട്ടോ ലളിതമായ മലയാള കാവ്യത്തിലൊരു മന്ത്രം പഠിപ്പിച്ചു. അതാണ് ദൈവദശകം. അത് മന്ത്രമാണ്. ചാന്തോക്യോപനിഷത്തിൻ്റെ 18 അധ്യായങ്ങളുടെ സാരമാണ് ദൈവദശകം. അത് ചൊല്ലുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഒത്തിരി ശ്രദ്ധിക്കണം. എപ്പോഴും തെറ്റുവരുന്ന കുറേ ഭാഗങ്ങളുണ്ട്, അതെല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. ഗുരുതരമായ തെറ്റുവരുന്ന ഒറ്റ ഭാഗം മാത്രം പറയാം. അഴിയും തിരയും കാറ്റും അഴവും പോലെ ഞങ്ങളും. ബാക്കി അറിയത്തില്ല. ദൈവദശകം പോലും അറിയത്തില്ല. എന്തൊരു കഷ്ടം. അഴിയും തിരയും കാറ്റും അഴവും പോലെ ഞങ്ങളും മായയും, മെമ്പർക്കറിയാം, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണമെന്ന് ജപിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. കാരണം ഞാനെന്നൊരു പ്രാർത്ഥന ഗുരുദേവൻ പഠിപ്പിച്ചിട്ടില്ല. പല മതസാരവും ഏകമെന്ന് ഗുരുദേവൻ പഠിപ്പിക്കുമ്പോൾ എല്ലാ മതങ്ങളിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു മതവും ഞാൻ കണ്ടില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. എല്ലാ ക്രിസ്തീയ സഹോദരങ്ങളും രാവിലെ പള്ളിയിൽ കയറും. അവർ തുടങ്ങുന്ന പ്രാർത്ഥന എന്നറിയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എൻ്റെ പിതാവേ എന്നാണോ? ആണോ? ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് ഞങ്ങളോട് നീ കരുണ, ഞങ്ങളോട് കരുണ ചെയ്തതുപോലെ അല്ല, അങ്ങനെയൊക്കെ എല്ലാം അന്നന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരണേ. കണ്ടോ? ഞങ്ങൾക്കെന്നല്ല ഒരു പ്രാർത്ഥന ബൈബിളിലില്ല. മുസ്ലിങ്ങൾക്കോ നിസ്കരിക്കാൻ കയറിയ ഉടനെ കൈകെട്ടും. ആ കൈകെട്ടുന്ന പ്രാർത്ഥനയിൽ ഏറ്റവും അതിൻ്റെ കാതലായ ഭാഗം ഖുർആന്റെ 1-ാമത്തെ അധ്യായമാണ്. ആ 1-ാമത്തെ അധ്യായത്തിലുള്ള പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങളെ നീ സഹായിക്കണേ. ഒറ്റയ്ക്ക് നിസ്കരിക്കുക. പാതിരാത്രിക്ക് ഒരാളെ ഒറ്റയ്ക്ക് നിസ്കരിക്കുക. അപ്പം ഞാൻ നിന്നെ ആരാധിക്കുന്നു, എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥനയുണ്ടോ? ഇല്ല. അപ്പോഴും ഞങ്ങളതേ പ്രാർത്ഥിക്കാവൂ. ഞാനെന്നൊരു പ്രാർത്ഥന ഖുർആനിലില്ല. ഖുർആൻ 6666 വരിയാണ്. അതിൽ 1000 വരികൾ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിൽ ഒരു വരി പോലും ഞാനെന്നും എനിക്കെന്നും പ്രാർത്ഥന ഇല്ല. 1000 ഭാഗത്ത് ഞങ്ങൾ, നമുക്ക്, ഞങ്ങൾക്കിതേ ഉള്ളൂ. ബൈബിളിൽ ഉടനീളം ഞങ്ങളെന്നേ ഉള്ളൂ. ഞാനെന്നൊരു പ്രാർത്ഥന ബൈബിളിലില്ല. സനാതനധർമ്മത്തിൻ്റെ പ്രാർത്ഥന മുഴുവൻ എനിക്ക് വേണ്ടിയല്ല, പിന്നെയോ ലോക സമസ്ത സുഖിനോ ഭവ, ലോകം മുഴുവൻ സുഖത്തിലാകട്ടെ. കണ്ടോ? അഹം ബ്രഹ്മാസ്മി, തത്വമസി, അല്ലേ? എല്ലാം ഞങ്ങളെന്നല്ലാതെ ഞാനെന്നൊരു പ്രാർത്ഥന ഭൂമിയിൽ ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഗുരുദേവൻ തന്നെ പറഞ്ഞു, ആത്മ ഉപദേശ ശതകം, അതിലെ 44, 45, 46, 47 ശ്ലോകങ്ങൾ മതമീമാംസ തത്വങ്ങൾ. ആ മതമീമാംസ തൊട്ടങ്കുന്നത് തന്നെ പല മതസാരവും ഏകമാം. കണ്ടോ? പല മതസാരവും ഏകമാം, ഒരു മതം അന്യനു നിന്ദ്യം, ഒന്നിലോതും കരു അപരന്റെ കണ്ണിന് ഊനമാകും. തരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നുതാനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. ഒരു മതം അന്യനു നിന്ദ്യം, ഒന്നിൽ പറയുന്ന വേറൊരാൾ അംഗീകരിക്കത്തില്ല. ഭൂമിയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നാണെന്നറിയുന്നത് വരെ
മതപരമായി കലഹമുണ്ടാക്കുന്നവന് പ്രാന്താണെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. കണ്ടോ, ഭ്രമമെന്നറിഞ്ഞിടണം. കണ്ടോ, ഭൂമിയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നാണെന്ന് അറിയുന്നത് വരെ പ്രശ്നമുണ്ടാക്കുന്നവന് മതിഭ്രമം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഭ്രാന്തെന്നല്ലേ?